കൂടും തേടി രചന ഫാത്തിമ എസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ജാക്സന്റെ ബുള്ളറ്റ് ബിസ്മി ഹലാൽ മീറ്റ് സ്റ്റാളിനടുത്ത് ചെന്ന് നിന്നു. അവൻ അവിടുന്ന് ഇറച്ചി നിൽക്കുന്ന ഹസൻ എന്ന പേരുള്ള മധ്യവയസ്കന്റെ അടുത്ത് ചോദിച്ചു, വാപ്പ അലിയോടെ ആ വീട്ടിലുണ്ടോ? അയാൾ മുഖം ഉയർത്തിക്കൊണ്ട് അവനെ നോക്കി. അല്ല, ഇതാര് നമ്മൾ ജാക്സൺ കുഞ്ഞാ. മോൻ എപ്പെത്തി നാട്ടില്? ആവും പൊരയിൽ തന്നെ കാണും. മോൻ പോയിക്കോ, വാപ്പ ഇതൊക്കെ കഴിഞ്ഞ് അങ്ങ് വന്നേക്കാം. അയാൾ സന്തോഷത്തോടെ പറഞ്ഞു. എന്നാ ശരി വാപ്പ, ഞാൻ വീട്ടിലേക്ക് പോവാം. അവൻ അതും പറഞ്ഞ അവിടുന്ന് ഒരു ബുള്ളറ്റ് എടുത്ത് പോയി. കടയിൽ ഇറച്ചി വാങ്ങാവുന്നവർ അവരുടെ സംഭാഷണം കേട്ട് എന്തെന്നറിയാതെ നിന്നു. ഹസൻ അവരോടായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ മോന്റെ ചങ്ങായിയാ, ഓൻ വിദേശത്ത് പഠനം കഴിഞ്ഞ് വരിക. കേട്ടുന്നവരിൽ കോയ എന്നിവരുള്ള ഒരാൾ ഇങ്ങനെ പറഞ്ഞു, അല്ല ഹസനെ, ഈ നസ്രാണി ചെക്കനെന്തിനാ അന്നെ വാപ്പാന്ന് വിളിക്കുന്നത്? എനിക്കത് തീരെ ഇഷ്ടായില്ല കേട്ടോ. അയാൾ മുഖം കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഹസൻ ഒരാൾക്ക് ഇറച്ചി തൂക്കിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു, കാര്യം കോയ, നമ്മളെല്ലാം ഒരേ പള്ളിക്കാരാണെങ്കിലും എന്റെ മനസ്സിൽ നിങ്ങളെക്കാൾ സ്ഥാനം എന്റെ ജാക്സൺ മോനാ. ഓനിന്റെ മോൻ പോലെ തന്നെയാ. കുഞ്ഞുനാൾ മുതൽ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മക്കളായിട്ട് കളിച്ചിടന്നോനല്ലേ. എൻ്റെ മക്കളിന്നെ വാപ്പാന്ന് വിളിക്കുന്ന പോലെ ഓനെന്നെ വിളിച്ചു. എനിക്കത് പറഞ്ഞ് തിരുത്താൻ തോന്നിയില്ല. കാരണം ഓനെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്, ഒരു മകനെന്ന പോലെ. അയാൾ അഭിമാനത്തോടെ പറഞ്ഞു. ഹസൻ പറഞ്ഞ് കോയക്ക് തീരെ ഇഷ്ടമായില്ല. അയാൾ പിന്നെ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ നിന്നില്ല. ഹസൻ സ്റ്റാൾ കൂട്ടി വീട്ടിലെത്തിയപ്പോഴേക്കും ജാക്സണും മെൽവിനും അലി അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹസനെ കണ്ടപാടെ ജാക്സൺ തീൻമേശയിൽ നിന്ന് എഴുന്നേറ്റു. അയ്യോ, എന്താ മോനെ ഈ കാണിക്കണ്? ആഹാരം കഴിക്കുമ്പോൾ സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്നാൽ പോലും എണീക്കാൻ പാടില്ലെന്നാ ഞങ്ങളെ മതം പറയുന്നത്. മോന് മനസ്സും വയറും നിറയെ കഴിച്ചോളൂ. അതും പറഞ്ഞ അയാൾ തന്റെ മുറിയിലേക്ക് പോയി. ഹസന് 3 മക്കളാണുള്ളത്. മൂത്തയാളാണ് അലി, രണ്ടാമത്തെ ആൾ സുറുമി, മൂന്നാമത്തെ ആൾ ബിസ്മി. രണ്ടാമത്തെ മകളായ സുറുമി തന്റെ മക്കളില്ലാത്ത വാപ്പയുടെ അനിയനായ ഗഫൂറിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ജാക്സൺ ആണെങ്കിൽ ഒരേ പുത്രനായിരുന്നു. ആംബ്രോസിന്റെ അന്നമ്മയുടെ ഒരേ ഒരു ആൺതരി. അതുകൊണ്ട് തന്നെ അവന്റെ എല്ലാ കാര്യങ്ങളും അവർ നടത്തി കൊടുക്കുമായിരുന്നു. അവന് വിദേശത്ത് പോയി MBA ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കൂടി തന്റെ മകനെ പിരിയണമെന്നറിഞ്ഞിട്ട് കൂടി അവന്റെ ഇഷ്ടത്തിന് അന്നമ്മയും ആംബ്രോസും സമ്മതിക്കാനുണ്ടായത്. 2 വർഷത്തെ MBA പഠനത്തിന് ശേഷം ഇന്നാണ് അവൻ നാട്ടിലേക്ക് വന്നത്. അവന്റെ പപ്പയും അമ്മയും നല്ലതുപോലെ അവനെ ഒന്ന് കണ്ട് കൊതി തീർന്ന പോലുമില്ല. അതിനുള്ളിലാണ് അവൻ ബുള്ളറ്റും എടുത്ത് അലിയുടെ വീട്ടിലേക്ക് പോയത്. അത്രയ്ക്ക് വേരുറച്ച സൗഹൃദമായിരുന്നു അവരുടേത്. തീൻമേശയ്ക്ക് ചുറ്റിലും ഇരുന്നുകൊണ്ട് അലി പറഞ്ഞു, ജാക്സ, നീ വരുന്നുണ്ടെന്നോടൊപ്പം നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് മട്ടൻ ബിരിയാണി ഉമ്മ തയ്യാറാക്കുക. ചിക്കൻ ഫ്രൈ ഉണ്ട്. ബാക്കിയുള്ളവർ എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ എൻ്റെ ഉമ്മാക്ക് മൈൻഡ് പോലുമില്ല. നിനക്കറിയോ, ഒരു ബുൾസൈ ഉണ്ടാക്കി തരാൻ വേണ്ടി ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്തും പെങ്ങന്മാരുടെ അടുത്തും പോയി അപേക്ഷിക്കണം. അവൻ തന്റെ പരാതികൾ പറഞ്ഞു തുടങ്ങി. അടുക്കളയിൽ നിന്ന് ഉമ്മ ചിക്കൻ ഫ്രൈയും ഒരു ചട്ടുകുമായിട്ട് വരികയായിരുന്നു. എന്താ അവിടെ ഒരു ബഹളം? ആർക്കാ ബുൾസൈ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഉമ്മ തിരക്കി. ജാക്സൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മ ദാ ഉമ്മാതി ഈ മോൻ തന്നെയാ. അതും പറഞ്ഞ് അവൻ അലിക്ക് നേരെ വിരൽച്ചു കൊണ്ടുപോയി. അലി പറഞ്ഞു, ഉമ്മ ഞാനല്ല, ഇവന്റെ ഒരു തമാശ. ഡേയ്, നീ ഒരു ചിക്കൻ ഫ്രൈ തിന്നത്. അവൻ അതും പറഞ്ഞ് ജാക്സൺ ലെഗ് പീസ് ഇട്ട് കൊടുത്തു. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം, എനിക്കത് ഉടനെ പരിഹരിക്കാനാ. അവർ കയ്യിലെ ചട്ടുകവും വീശി നിന്നു. എന്ത് പരാതി? ആർക്ക് പരാതി? ഡേയ് ജാക്സ, നിനക്കുണ്ടോ? മെൽവിന് നിനക്കുണ്ടോടാ? അലി ഒരു ലെഗ് പീസ് എടുത്ത് കടിച്ചുകൊണ്ട് ചോദിച്ചു. ജാക്സൺ പറഞ്ഞു, ഞങ്ങൾക്കില്ല ഉമ്മ, പക്ഷെ വേറൊരാൾക്കുണ്ടോ എന്നൊരു സംശയം. അവൻ അലി ഇടം കണ്ണിട്ട് നോക്കി. അലി കണ്ണുകൊണ്ട് കുറി തന്നെ കാട്ടിക്കൊടുക്കില്ലേ എന്ന് കാണിച്ചു. ആർക്ക്? ഉമ്മ ചോദിച്ചു. ഉടനെ അലി പറഞ്ഞു, ഉമ്മ അടുപ്പിലെന്തോ കരിയുന്ന മണം. അവൻ നൈസായിട്ട് ഉമ്മയുടെ ശ്രദ്ധ തിരിച്ചു വിട്ടു. എന്റെ റബ്ബേ, എന്റെ ചിക്കൻ മുകളായി. അവരതും പറഞ്ഞ് അടുക്കളയിലേക്ക് ഓടി. ആ മുകളായി ഇപ്പൊ കരിയായി കാണും. അലി കിണിച്ചുകൊണ്ട് പറഞ്ഞു. അല്ലവിന് ഒരുത്തം വരുന്നെന്ന് കേട്ടപ്പോ കൊല വെട്ടട്ടെ, ആടിനറുക്കട്ടെ, കോഴിയെ പിടിക്കട്ടെ, എന്തൊക്കെ മേള ഇവിടെ. അവൻ നീരസം കാണിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം ഉമ്മ. വാപ്പ ഒന്നിങ്ങി വന്നേ, അവൻ ഉച്ചത്തിൽ വിളിച്ചു. ഉമ്മ അടുക്കളയിൽ നിന്നും വാപ്പ റൂമിൽ നിന്നും വന്നു. എന്താലി, ഈ എന്തിനാ അങ്ങനെ വിളിച്ചു ഊണ്? അവർ ചോദിച്ചു. ഉമ്മ, ഞാനാണ് നിങ്ങളുടെ മോൻ അതോ ഈ ജാക്സൺ ആണോ? അവൻ പ്രതീക്ഷയോടെ ചോദിച്ചു. ഇപ്പൊ കേട്ടോടാ ജാക്സ എന്ന് മുഖം കൊണ്ട് ഗോഷ്ടി കാണിച്ചു അലി. ആദ്യം എനിക്കിനിയും സംശയമുണ്ടോ മോനെ അലി? അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു. എനിക്കറിയാം, എന്നാലും നിങ്ങൾ പറ, ഈ ജാക്സൺ കൂടി ഒന്ന് കേൾക്കട്ടെ. അവൻ പറഞ്ഞു. ഞങ്ങളുടെ പുന്നാര മോൻ ജാക്സനാ. അത് കേട്ടത് അലി വോൾട്ട് പോയ ബൾബ് പോലെ നിന്നു. പുറകിൽ നിന്നും മെൽവിനും ജാക്സനും അടക്കി ചിരിക്കുന്നുണ്ട്. അവരുടെ പ്രവൃത്തിയിൽ കലികേറി അലി പറഞ്ഞു. ചിരിക്കുന്നെങ്കിൽ ഉറക്കെ ചിരിക്കടാ. അതും പറഞ്ഞ അവൻ മുറിയിലേക്ക് പോയി. കലികേറി പോകുന്നവനെ കണ്ട് അവരെല്ലാം ഒന്നടങ്കം പൊട്ടിച്ചിരിച്ചു. വാപ്പയുടെയും ഉമ്മയുടെയും തോൾ കൈയിട്ടുകൊണ്ട് ജാക്സൺ പറഞ്ഞു. ഉമ്മ വാപ്പ, ഞാൻ അവനൊന്ന് ചന്ദ്രികാ സോപ്പിട്ട് പതപ്പിച്ചിട്ട് വരാം. അതും പറഞ്ഞ് അവൻ അലിയുടെ മുറിയിലേക്ക് പോയി. എടാ മെൽവിനെ, എന്താണ് ഒരു കരിഞ്ഞ മണം? ജാക്സൺ ചോദിച്ചു. ഓ അതോ, അതുമ്മാന്റെ ചിക്കൻ മുകളായി കരിഞ്ഞല്ലേ? മെൽവിൻ പറഞ്ഞു. അല്ലടാ, ഇവിടെ ഒരാളുടെ ഹൃദയം കരിഞ്ഞ മണ. അവൻ അലിയെ ഇളക്കിക്കൊണ്ടിരുന്നു. ഡേയ് ജാക്സ, വേണ്ട, അലി തന്നെ ഞാൻ വട്ടുപിടിച്ചിരിക്കുക. അലി പറഞ്ഞു. അതെന്താണടാ കോപ്പേ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്നപ്പോൾ നീ നിന്റെ കോണത്തിലെ ദേഷ്യമാണ് എന്നെ കാണിക്കുന്നത്. അവൻ അതും പറഞ്ഞ് ദേഷ്യത്തിലിരുന്നു.
അലി അത്രയും നേരം ഒതുക്കി വെച്ച ചിരിയുടെ ചരട് അഴിച്ചുവിട്ടു. ഞാൻ നിന്നെ വെറുതെ കളിപ്പിച്ചല്ലേ. എന്റെ വീട്ടുകാർ എന്നെക്കാളും നിന്നെ സ്നേഹിക്കുന്ന എനിക്കിഷ്ടം. അലി പറഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. അവർ മൂവരും കുറച്ചു നേരം അങ്ങനെ നിന്നു. നീണ്ട 2 വർഷത്തിന് ശേഷമുള്ള കണ്ടുമുട്ടൽ അത്രമേൽ ഭംഗിയുള്ളതായിരുന്നു. ജാക്സൺ പറഞ്ഞു, ഗോപേ, എന്റെ പപ്പയുടെ മമ്മയോട് ചോദിച്ചാൽ അവർ പറയുന്നത് അവർക്കിഷ്ടം നിന്നെയാണെന്നാ. അവർ പോട്ടെ നോക്കാം. അപ്പൊ ജസീക്കയോ? ജാക്സൺ പറഞ്ഞു നിർത്തി. ജസീക്ക ജാക്സന്റെ മുറപ്പെണ്ണാണ്. അവളുടെ കുഞ്ഞിലെ തന്നെ അച്ഛനും അമ്മയും പ്ലെയിൻ ക്രാഷിൽ മരണപ്പെട്ടു. ശേഷം അവൾ പഠിച്ച വളർന്നൊക്കെ ആംബ്രോസിന്റെയും അന്നമ്മയുടെയും കൂടെയുമാണ്. ജാക്സൺ പഠനം കഴിഞ്ഞു വരുമ്പോൾ അവരുടെ മിന്നിട്ട് നടത്താനാണ് ആംബ്രോസ് തീരുമാനിച്ചിരിക്കുന്നത്. ജസീക്ക അവളുടെ പേര് കേട്ടതും അലിയുടെ മുഖം മ്ലാനമായി. അവന്റെ മനസ്സിൽ നിർത്താതെ മഴ പെയ്യുന്ന പോലെ തോന്നി. അതിനൊരു കാരണമുണ്ട്. കുഞ്ഞിലെ തൊട്ടേ അലിക്ക് ജസീക്കയെ അറിയാം. അവൻ ജാക്സന്റെ പെണ്ണായിട്ടാണ് അവളെ കണ്ട്. എന്നാൽ അവളുടെ മനസ്സിൽ താനായിരുന്നു എന്നറിഞ്ഞത് ജാക്സൺ MBA പഠനത്തിനായി മാൾട്ടിൽ പോയിരുന്നപ്പോഴാണ്. അലി ഒരു നോട്ടം കൊണ്ടുപോലും ജസീക്കയെ കളങ്കപ്പെടുത്തിയില്ല. ജസീക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല തൻ്റെയുള്ള ഒരു പെണ്ണ്, കാണാൻ അതിസുന്ദരിയായിരുന്നു. അവളുടെ പ്രത്യേകത എന്തെന്നാൽ അവളുടെ കൃഷ്ണമണിക്ക് പച്ച നിറമായിരുന്നു. കുഞ്ഞിലെ തൊട്ട് ജാക്സണും താനൊക്കെ അവളെ പൂച്ചക്കണ്ണി എന്നാണ് വിളിച്ച് കളിയാക്കിയിരുന്നത്. അങ്ങനെ വിളിക്കുമ്പോൾ അവളുടെ ദേഷ്യം കാണാൻ അത്രയ്ക്ക് രസമായിരുന്നു. അലി അലി അവൻ ചിന്തകളിൽ നിന്നുണ്ടെന്ന് ജാക്സന്റെ വിളി കേട്ടിട്ടാണ്. നമുക്ക് കിട്ടാലോ നമ്മുടെ സ്ഥിരം സ്ഥലത്തേക്ക്. ആടാ പോവാം, അലി പറഞ്ഞു. അവർ നേരെ പോയത് ബീച്ച് സൈഡിലുള്ള ചെറിയൊരു വീട്ടിലേക്കാണ്. പൂർണ്ണമായും ഗ്ലാസ്സിലാണ് ആ കൊച്ചു വീട് നിർമ്മിച്ചിരിക്കുന്നത്. അവരോട് ഒത്തുകൂടാറുള്ളത് കൂട്ടുകാരൊത്തുള്ള പാർട്ടി കൂടാൻ വേണ്ടിയിട്ടായിരുന്നു. ആ വീട് ജാക്സന്റെ പപ്പയുടേതായിരുന്നു. മൂവരും ബിയർ കുപ്പിയുമായി കടൽ തീരത്തേക്ക് പോയി. അലി ചോദിച്ചു, എടാ നസ്രാണി, എന്താ നിന്റെ അടുത്ത പ്ലാൻ? MBA പഠിത്തമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക്? ജാക്സൺ കടൽ തീരകളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എടാ പപ്പയെന്ന് മിന്നി കിട്ടിപ്പിച്ച് കുടുംബസ്ഥനാക്കാൻ നോക്കുക. അലി നിനക്കറിയാവുന്നല്ലേ ജസീക്ക, അവളെന്റെ പെങ്ങളാണ്ടാ. അവള് ഞാൻ ഒരിക്കലും എന്റെ മുറപ്പെണ്ണായിട്ട് കണ്ടിട്ടില്ല. എന്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ജനിക്കാതെ പോയ മകള്. അവളെ ഞാൻ എങ്ങനെയാടാ എന്റെ പെണ്ണായിട്ട് കാണുന്നത്? എനിക്കതിന് സാധിക്കില്ല, അവൻ പറഞ്ഞു. ശേഷം ബിയർ കുപ്പിയിലുണ്ടായിരുന്ന ബാക്കി കൂടി കുടിച്ച് കുപ്പി കടലിലേക്ക് എറിഞ്ഞു. ഇതെല്ലാം കേൾക്കുമ്പോൾ അലിയുടെ മനസ്സ് പിടക്കിയായിരുന്നു. അന്ന് ക്രിസ്മസ് രാവിലെ രാത്രിയുടെ കുർബാന കഴിഞ്ഞു വന്നവളെ വീട്ടിൽ കൊണ്ടാക്കിയത് താനായിരുന്നു. വണ്ടിയിലിരുന്ന് ജാക്സന്റെ കാര്യം മാത്രമാണ് അലി പറഞ്ഞത്. അവയെല്ലാം തന്നെ മറുത്തൊരക്ഷരം പറയാതെ അവൾ കേട്ടുകൊണ്ടിരുന്നു. അലി പറഞ്ഞു, ആംബ്രോസ് അങ്കിൾ പറഞ്ഞ് ജാക്സൺ വരുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള കെട്ടിടത്തുവന്നാ, അതാ നല്ലത്. അവനൊരൽപ്പം കുട്ടികളിയാണ്, അത് മാറുമല്ലോ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. റിയർ വ്യൂ മിററിലൂടെ നോക്കിയപ്പോൾ അവൻ കണ്ടത് അവൻ അത്രയും നേരം പറഞ്ഞൊന്നും കേൾക്കാതെ ഇയർപോഡിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ജസീക്കയാണ്. അലിക്ക് അവളുടെ പ്രവൃത്തിയിൽ ദേഷ്യം വന്നു. അവൻ വണ്ടി സഡൻ ബ്രേക്കിട്ട് നിർത്തി. ജസീക്ക തീരെ പ്രതീക്ഷിച്ചില്ല. അവൾ മുന്നോട്ട് ആഞ്ഞുപോയി. അവൻ അവളെ വണ്ടിയിൽ നിറക്കിയിട്ട് ചോദിച്ചു, എന്താണ് ഈ പൂച്ചക്കണ്ണി? ഞാൻ ഇത്രയ്ക്ക് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ നീ ഇവിടെ ഇരുന്ന് പാട്ട് കേൾക്കുന്നോ? നീ എന്നെ കളിയാക്കുകയാണോ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അവൾ ഇയർപോഡ് എടുത്തുകൊണ്ട് പറഞ്ഞു, എന്താ അലി? അവനൊരു പുരിക ഉയർത്തിക്കൊണ്ട് ചോദിച്ചു, ഞാൻ പറഞ്ഞ നീ വല്ലതും കേട്ടായിരുന്നോ? നീ ഏത് ലോകത്തിലാ? ഞാനെന്തിനാ നിന്റെ സ്ഥിരമായിട്ടുള്ള സുവിശേഷം കേൾക്കുന്നത്? അത് കേട്ട് എനിക്ക് മടുത്തു അലി. നീ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. അവൾ അസ്വസ്ഥയായിക്കൊണ്ട് പറഞ്ഞു, എടി നിനക്കെന്താണ് അവനായിട്ടുള്ള യുവാക്കാരും പറയുമ്പോൾ ഒരു താല്പര്യമില്ലായ്മ? ഇനി നീ ആരെങ്കിലും മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ അവനെ കൊല്ലുന്ന ഞാനായിരിക്കും, അവൻ കോപത്തിൽ പറഞ്ഞു. അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി. എന്നിട്ട് പറഞ്ഞു, അതെ, എനിക്കൊരാളെ ഇഷ്ടമുണ്ട്. ഞാൻ അയാളുടെ പങ്കാളിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് അലിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അലി ആരെന്റെ കാര്യത്തിൽ ഇടപെടാൻ? ഞാൻ പ്രായപൂർത്തിയായ പെണ്ണ. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ ഇവിടെ നിയമം അനുശാസിക്കുന്നുണ്ട്. എടി, ആ കുടുംബത്തിനോട് ദ്രോഹം ചെയ്യാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല, അവനവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അലിയുടെ കയ്യിൽ കിടന്നവൾ പിടഞ്ഞു. അവളുടെ നെറ്റിത്തടം വിയർത്തു. കണ്ണുകൾ പുറത്തേക്ക് ഉന്തി വന്നു. പക്ഷേ അവൾ അവൻ നിന്നുകൊടുത്തതേയുള്ളൂ. അവൾ കുഴഞ്ഞു വീഴുകയാണെന്ന് മനസ്സിലായതും അവൻ കൈ പിൻവലിച്ചു. കാറിൽ ചാരിയുന്നുകൊണ്ട് അവൾ ചുമക്കാനും ശ്വാസം എടുക്കാനും പാടുപെട്ടു. നിനക്ക് എങ്ങനെ തോന്നി ജെസി, നിന്നെ ഇത്രയും കാലം സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്ത അങ്കിളിനോടും ആന്റിയോടും എന്റെ ജാക്സണോട് ഈ ദ്രോഹം ചെയ്യാൻ? അത് പറയുമ്പോൾ അലി വികാരഭരിതനായിരുന്നു. അവളും ക്ഷോഭിച്ചുകൊണ്ട് അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ വളർത്തി സംരക്ഷിച്ച് പഠിപ്പിച്ചു എന്ന് വെച്ച് എനിക്ക് ജാക്സനെ വിവാഹം കഴിക്കാനാവില്ല. കാരണം എന്റെ മനസ്സ് എന്റെ കയ്യിലല്ല. ജാക്സനെ ഞാൻ എന്റെ ബ്രദറായിട്ടാണ് കാണുന്നത്. അവന് മറ്റൊരു രീതിയിൽ കാണാൻ എനിക്കാവില്ല. അലി എന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞു. അവനവളുടെ അടുക്കൽ ചെന്ന് മെല്ലെ അവിടെ തലയിൽ തൊട്ടു. പെട്ടെന്ന് തന്നെ അവൾ അവൻ ഇറുകെ പുണരുകയാണ് ഉണ്ടായത്. അലി ശില പോലെ നിന്നുപോയി. അവൻ അവളെ തന്റെ ശരീരത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ നോക്കവേ അവൾ കൂടുതൽ അവനിൽ ശക്തിയായി പടരുകയാണ് ഉണ്ടായത്. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട്, എന്റെ പപ്പയും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഇഷ്ടത്തിന് അവർ ഉറപ്പായിട്ടും കൂടുന്നേനെ. നീ ജാക്സനെ വെറുതെ വിഷമിപ്പിക്കരുത്. അവൻ നല്ലവനാണ്. ഒരു പെണ്ണിന്റെ കൂടി മുഖത്ത് നോക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അവൻ എനിക്ക് നല്ലൊരു പാർട്ട്ണർ ആയിരിക്കും. അവൻ വീണ്ടും ജാക്സന് വേണ്ടി പറയുന്ന കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യമാണ് വന്ന് അവൾ അവനെയും തട്ടിമാറ്റി വണ്ടി കയറിയിരുന്നു. അലി അവളെ വീട്ടിലിറക്കി പോവേ അവൾ ഡ്രൈവിംഗ് സീറ്റിനടുത്ത് വന്ന് ചോദിച്ചു, എന്റെ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ നിങ്ങൾ എന്തുകൊണ്ടത് ആരാണെന്ന് ചോദിച്ചില്ല? അലി ദേഷ്യത്തോടെ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു,
എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതറിയേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നു, നീ നല്ലൊരു ജീവിതമാണ് വേണ്ടെന്ന് നോക്കുന്നത്. അങ്ങനെയല്ല അരി, വേറെ ആരും അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ജാക്സിന്റെ ആത്മമിത്രമായിട്ട് നീ അതറിയണം. എൻ്റെ ഇഷ്ടം തുറന്നു പറയേണ്ട സമയമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞാൻ മനസ്സിൽ കൊണ്ടുനടക്കുന്നത് നിന്നെ മാത്രമല്ലേ. നിന്റെ കൂടെ ഇരിക്കുമ്പോൾ മാത്രമേ ഞാൻ ഹാപ്പി ആവാറുള്ളൂ. അതുകൊണ്ട് ഈ ജന്മമല്ല, മറിച്ച് 7 ജന്മവും ഈ ചേച്ചിക്ക് നിന്നെ മതി. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാത്രം എനിക്കൊരു പ്രശ്നമില്ല. ജാക്സന്റെ അടുത്ത് എൻ്റെ ഇഷ്ടം ഞാൻ തുറന്നു പറഞ്ഞോളാം. അവൾ പറഞ്ഞ കാര്യങ്ങൾ അത്രയും കേട്ടപ്പോൾ അലിയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അവൻ്റെ നെറ്റിയിലൂടെ വിയർപ്പ് കണങ്ങൾ ഒഴുകി നടന്നു. അലി അവളോട് ചോദിച്ചു, ഒരു നോട്ടം കൊണ്ടെങ്കിൽ ഇതുവരെ ഞാൻ നിന്നെ മോഹിപ്പിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാ നിനക്ക് എൻ്റെ മേൽ ആശ വന്നത്? ഞാൻ നിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ പെണ്ണ് നിലയിലല്ലാതെ ഇനി ഈ നിമിഷം വരെ മറ്റൊരു തരത്തിൽ കണ്ടിട്ടില്ല. ഇനി ഈ അലിക്ക് അങ്ങനെ മറ്റൊരു തരത്തിൽ നിന്നെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നിന്റെ വഴികളിൽ നീ ഇനി എന്നെ കണ്ടുവെന്ന് വരില്ല. നിനക്കെന്നെ അത്ര ഇഷ്ടമുണ്ടെങ്കിൽ ദയവേത് ജാക്സണുടെ വിവാഹത്തിന് നീ സമ്മതിക്കണം. അതും പറഞ്ഞ് അവൻ കാർ വേഗത്തിൽ ഓടിച്ചു പോയി. ആ സംഭവം ഓർത്തുകൊണ്ട് അവൻ കടലിനെ സാക്ഷിയായി പറഞ്ഞു, എൻ്റെ റബ്ബേ, നീ എന്നെ വലിയൊരു സങ്കടക്കടലാണല്ലോ കൊണ്ടിട്ടിരിക്കുന്നത്. എന്നാലും ഞാനൊരിക്കലും എൻ്റെ കൂട്ടുകാരൻ്റെ മനസ്സ് വേദനിപ്പിക്കില്ല. കടലിൽ നിന്ന് ശക്തമായൊരു തിര വന്ന് അവനെ നനയിപ്പിച്ച് കടന്നുപോയി. അന്ന് വൈകിയാണ് അലി വീട്ടിലെത്തിയത്. വാപ്പയും ഉമ്മയും ഉറക്കമായി അവന് മനസ്സിലായി. ഇളയാനുജത്തിയായി ബിസ്മി ഉറങ്ങിക്കാണെന്ന് അവൻ അറിയാമായിരുന്നു. അവനവളെ ഫോൺ വിളിച്ചു. ഹലോ കുരിപ്പേ. മറക്കിൽ നിന്നും ബിസ്മി. എന്താടാ കുടിയൻ കാക്ക? ഡേയ് വാതിലിറക്കടി നമുക്കേ. ഡേയ് കുടിയാ, നീ കുടിച്ചിട്ടാണ് വന്ന് ഞാൻ വാപ്പാട് പറഞ്ഞ ഇന്ന് നിന്റെ മയ്യത്ത് വീരം പള്ളിയിൽ വിളിച്ച് പറയും. അവൾ പറഞ്ഞു. അയ്യോ കാക്കയുടെ മുത്തല്ലേ, ചതിക്കില്ലേ മോളെ. ഹസ്സം മുതലാളി പറഞ്ഞ എൻ്റെ പൊടി പോലും കാണില്ല. അവൻ താഴ്മയോടെ പറഞ്ഞു. തൽക്കാലം പറയില്ല. വൈദ്യമായി എൻ്റെ കോട്ടുകൊണ്ട് വന്നിട്ടുണ്ടോ? കൂട്ടുകാരുമായി പാർട്ടിക്ക് പോകുന്ന ദിവസം ബിസ്മിക്ക് ഒരു ഷവർമ നിർബന്ധമായിരുന്നു. അത് കൊടുത്തില്ലെങ്കിൽ അവൾ നല്ല രീതിയിൽ ഒറ്റു. കൊണ്ടുവന്നിട്ടുണ്ടടി ഹംകെ, നീ വാതിലുറക്ക്, അവൻ ധൃതിയിൽ പറഞ്ഞു. അവൾ ചിരിച്ചുകൊണ്ട് വാതിലുറന്നു കൊടുത്തപ്പോൾ ആദ്യം കൊടുത്ത അവളുടെ മണ്ടക്കൊരു കൊട്ടാണ്. അല്ലോ ഉമ്മ പാപ്പാ, അവൾ വിളിച്ചു. അലി അവളുടെ വാപത്തി പിടിച്ചുകൊണ്ട് ഷവർമ അവൾക്ക് കൊടുത്തു. പോടാ കള്ളുടിയും കാക്കൂ, അതും പറഞ്ഞ് അവൾ മുറിയിലേക്ക് ഓടി. പിറ്റേന്നാൾ ജാക്സന്റെ കോൾ കണ്ടിട്ടാണ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ്. എന്തിനാ ജാക്സ, എന്തിനാ നീ വെളുപ്പങ്കാലത്തിന് വിളിച്ച്? അവൻ ശരീരം സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ചോദിച്ചു. എടാ ഇന്നലെ പറഞ്ഞ കാര്യം നീ മറന്നോ? നമുക്ക് ഹൈദരാബാദിലേക്ക് പോകണ്ടേ? ഞാൻ പറഞ്ഞില്ലേ അവളെൻ്റെ കൊളീൻ്റെ വിവാഹമാണെന്ന്. ജാക്സൺ പറഞ്ഞു. അയ്യോ ഞാൻ ആ കാര്യം മറന്നുപോയി. എനിക്ക് വരാൻ സാധിക്കില്ല. കാരണം എൻ്റെ പാസ്പോർട്ട് വെരിഫിക്കേഷനായിട്ട് ആൾ വരുന്നു. നീ മെൽവിനായിട്ട് പോയിട്ട് പോവാ, അവൻ പറഞ്ഞു. എന്നാ ഓക്കെടാ, പക്ഷേ ഞങ്ങൾ നിന്നെ ഒരുപാട് മിസ് ചെയ്യും, ജാക്സൺ പറഞ്ഞു. ആ കോൾ അവിടെ കട്ടായി. മെൽവിനും ജാക്സണും വിവാഹം കഴിഞ്ഞ് തിരികെ ട്രെയിനിലാണ് വന്നത്. അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ട്രെയിനിലിരുന്ന ഒരു മധ്യവയസ്കനും അയാളുടെ കൂടെ ഒരു 19-20 വയസ്സ് തോന്നിപ്പിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അവളുടെ രൂപഭംഗി കണ്ട് ജാക്സന് തന്നെ മറന്നുപോയി. പർദ്ദയാണ് അവൾ ധരിച്ചിരുന്നത്. അവളുടെ മിഴികൾ, അധരം, നീണ്ട മൂക്ക്, നിരനിരയായുള്ള പല്ലുകൾ, അവളുടെ പതുക്കെയുള്ള സംസാര ശൈലി എല്ലാം തന്നെയും ജാക്സനെ അവളിൽ അലിയിച്ച് കളഞ്ഞു. ജാക്സന്റെ മണിക്കൂറുകൾ കൊണ്ടുള്ള വായ്നോട്ടം കണ്ടിട്ട് മെൽവിൻ അവന്റെ ചെവിയിൽ മെല്ലെ പറഞ്ഞു. അളിയാ നീ കാക്കമാരുടെ ഇടി കൊണ്ടിട്ടുണ്ടോ? നല്ല സൂപ്പർ ഇടിയാ, ഒരു രക്ഷയുണ്ടാവില്ല. അനുഭവം കൊണ്ട് പറയുക, അവൻ കൂട്ടുകാരനെ ഓർമ്മപ്പെടുത്തി. അവൾ അപ്പോഴും അതൊന്നും ശ്രദ്ധിക്കാതെ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിപ്പാണ്. അവളുടെ കണ്ണിലെ സുറുമയും കൈകളിലെ മൈലാഞ്ചി അവനെ മാടി വിളിച്ചുകൊണ്ടിരുന്നു. അവൻ മെൽവിനോട് പറഞ്ഞു. അളിയാ ഇതുപോലൊരു മഞ്ഞുതുള്ളിയെ കിട്ടുന്നതിന് വേണ്ടി എത്ര ഇടി വേണമെങ്കിലും കൊള്ളാൻ ഞാൻ തയ്യാറാ. മെൽവിൻ പകച്ചുകൊണ്ട് അവനെ നോക്കി. അവൻ പറഞ്ഞു. ഇടികൊള്ളുമ്പോൾ തനിയെ കൊള്ളുക, എന്നെ വിളിക്കരുത്, ഞാൻ വരില്ല. എടാ നീ എൻ്റെ ആത്മമിത്രമല്ലേ, നീ ഇല്ലാതെ ഒരു പരിപാടിക്ക് ജാക്സൺ ആംബ്രോസ് ഇല്ല. അവനതും പറഞ്ഞ് മെൽവിനെ നോക്കി കൊഞ്ഞനെ കുത്തി കാണിച്ചു. ജാക്സൺ ഒരു പുസ്തകം വായിക്കുകയാണെന്നുള്ള വ്യാജേന അവളെ വീക്ഷിക്കുകയായിരുന്നു. അവൾ എന്തിനെയോ ഭയക്കുന്നതെന്ന് അവന് മനസ്സിലായി. ഇടയ്ക്ക് അവളുടെ കയ്യിൽ നിന്ന് പുസ്തകം ഊർന്നു വീണപ്പോൾ അവർ പരസ്പരം എടുക്കാൻ ഭാവിച്ചു. പെട്ടെന്നുള്ള അവരുടെ പ്രവൃത്തിയിൽ രണ്ടുപേരുടെയും തല കൂട്ടിമുട്ടുകയാണ് ഉണ്ടായത്. പരസ്പരം അവർ സോറി പറഞ്ഞു. ജാക്സൺ ഒരു അവാർഡ് നേടിയ പോലെ തോന്നി. അവൻ മെൽവിനോടായി പറഞ്ഞു. ഇതാണോ ഈ അടിവയറ്റിൽ നിന്നും ബട്ടർഫ്ലൈ പറക്കുന്നു പറയുന്നത്? മെൽവിൻ അവനെ നോക്കി നാക്കടിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്കിത് എന്തിന്റെ സൂക്കേടാ ജാക്സ? നമുക്ക് ഈ പെൺകുട്ടി ഏതാ അവിടെ വിവാഹം കഴിഞ്ഞോ? അവൾക്ക് ആരെങ്കിലും ഉണ്ടോന്നൊന്നും അറിയില്ല. പിന്നെ നീ എന്തിനാ ഇത്രയും ഡീപ്പാവുന്നു? നിന്റെ ഈ പ്രണയത്തിനൊരു നീർക്കുമ്മിയുടെ ആയുസ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, ജാക്സൺ പറഞ്ഞു. നമ്മളെവിടെയെല്ലാം പോയടാ, എത്ര തരത്തിലുള്ള പെൺകുട്ടികളെ കണ്ടു. പക്ഷെ എനിക്ക് അവരോടൊന്നും തോന്നാത്തൊരു ഇഷ്ടം എന്തുകൊണ്ട് ഇവളോട് തോന്നുന്നു? എൻ്റെ മനസ്സ് പറയുന്നു ഇവൾ എൻ്റേതാ, ദൈവം എനിക്കായി സൃഷ്ടിച്ചത്. അപ്പൊ ജെസിക്കയോ? മെൽവിൻ ചോദിച്ചു. ജാക്സന്റെ ചിരി അപ്രത്യക്ഷമായി. അവൻ മെൽവിനോട് പറഞ്ഞു. എടാ മെൽവിനെ ഞാൻ ഇന്നുവരെ ജെസ്സി എൻ്റെ പെങ്ങളെന്നല്ലാതെ മറ്റൊരു കണ്ണിൽ കണ്ടിട്ടില്ല. അവൾക്ക് യോജിച്ചൊരു നല്ലൊരു പയ്യനെ കൊണ്ട് ഞാൻ അവിടെ വിവാഹം നടത്തിവിടും, ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്നുണ്ട്. നീ പറഞ്ഞില്ലേ എൻ്റെ ഈ പ്രണയത്തിനൊരു നീർക്കുമ്മിളിയുടെ ആയുസയുള്ളൂ എന്ന്. എന്നിരുന്നാൽ കൂടിയും ഞാൻ ആ കുറച്ച് നേരത്തെയെങ്കിലും അവളൊന്ന് ഇഷ്ടപ്പെട്ടോട്ടെ. നിനക്ക് ചിലപ്പോൾ ഇത് ഭ്രാന്തായിട്ട് തോന്നാം. നീ കേട്ടിട്ടില്ലേ
ഭ്രാന്ത് വരാനും കുറച്ച് യോഗ്യത വേണമെന്ന്. അവനത് പറയുമ്പോൾ അവന്റെ കണ്ണ് ഈറനണിയുന്നുണ്ടായിരുന്നു. അവൻ സീരിയൽ ചാരിക്കിടന്നു. മെൽവിൻ കൂടുതലൊന്നും പറയാതെ അവനും കണ്ണുകൾ അടച്ച് കിടന്നു. ജാക്സൺ അവൾ ഇടം കണ്ടിട്ട് നോക്കുമ്പോഴൊക്കെ അവൾ മൗനമായി കരയുകയാണെന്ന് അവന് മനസ്സിലായി. അവളുടെ അടുത്ത് കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കൂടെ ഉണ്ടായിരുന്ന മധ്യവയസ്കൻ അവളെ എപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരുന്നു. ട്രെയിൻ സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും ജാക്സൺ പിന്നെ അവളെ കണ്ടില്ല. അവൻ സ്റ്റേഷനിൽ മുഴുവൻ ഓടി നടന്ന് അന്വേഷിച്ചു. സ്റ്റാൻഡിൽ പോയി ചോദിച്ചു. പക്ഷേ അവരാരും അവളെ കണ്ടില്ല. നിരാശയോടെ ജാക്സൺ മെൽവിന്റെ അടുത്തേക്കൊന്ന് പറഞ്ഞു. നീ പറഞ്ഞു ശരിയാ, എന്റെ പ്രണയത്തിന് നീർക്കുമയുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മെൽവിൻ അവനെ ആശ്വസിപ്പിച്ചു. സാരില്ലടാ, അവള് ദൈവം നിനക്കായിട്ടാണ് സൃഷ്ടിച്ചെങ്കിൽ ഉറപ്പായിട്ട് അവൾ നിന്നിൽ തന്നെ വന്ന് ചേരും. ആ ഒരു സ്റ്റേഷനിൽ പാർക്ക് ചെയ്യുന്ന കാർ എടുത്ത് വീട്ടിലേക്ക് പോയി. അന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. മോനെ ജാക്സ, നിക്കടാ, കഴിച്ചിട്ട് പോ മോനെ, അന്നമ്മ വിളിച്ചു പറഞ്ഞു. മമ്മ, ഇന്ന് വെള്ളിയാഴ്ച, ഇന്ന് അലിയുടെ വീട്ടിലുമ്പോ ഞങ്ങൾക്കായിട്ട് നല്ല വിഭവങ്ങൾ ഒരുക്കിയിരിക്കും. അത് മിസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. അവൻ അതും പറഞ്ഞ് മെൽവിനുമായി ബുള്ളറ്റിൽ കയറിപ്പോയി. പോകുന്ന വഴിയിൽ മെൽവിൻ ചോദിച്ചു. അന്ന് നമ്മൾ ട്രെയിൻ കണ്ട് നല്ലൊരു സ്വപ്നമായി മാത്രം നീ അതിനെ കണ്ടാൽ മതി. ജാക്സൺ ഒന്നും മിണ്ടിയില്ല. വണ്ടി ചെന്ന് അലിയുടെ വീടിന്റെ മുമ്പിൽ നിന്നു. എല്ലാ ദിവസവും ഉത്സാഹത്തോടെയും സന്തോഷത്തോടെയുമാണ് അലിയുടെ വീട്ടിൽ ചെല്ലാറുള്ളെങ്കിലും അന്ന് അവൻ നിരാശനായിരുന്നു. അലി അവരെ രണ്ടുപേരെയും സ്വീകരിച്ച് അകത്തേക്ക് പോയി. ജാക്സൺ വീടിന്റെ ഉമ്മറത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് തനിക്ക് എവിടെയോ പരിചിതമായി മൈലാഞ്ചിയിട്ട് ഒരു കൈ ചെമ്പ് നിറയെ വെള്ളവുമായി അവന്റെ മുമ്പിൽ വന്നത്. പെട്ടെന്ന് അവൻ അതിനെ അവഗണിച്ചുവെങ്കിലും അത് സ്വപ്നമല്ല യാഥാർത്ഥ്യമാണെന്ന തിരിച്ചറിവ് അവനെ അത്ഭുതപ്പെടുത്തി. അവൻ അവളുടെ കൈകൾ തൊട്ട് മുകളിലേക്ക് നോക്കി. അവളുടെ മുഖം കണ്ടതോടെ അവൻ എന്തെന്നില്ലാത്ത സന്തോഷം വന്നു. അവനവളുടെ മുഖം തന്റെ കൈക്കുമ്പിൽ കോരിയെടുക്കാൻ ശ്രമിക്കവേ മെൽവിൻ ഓടി വന്നു. ജാക്സന്റെ കാലിനിട്ടൊരു ചവിട്ട് കൊടുത്തു. എന്റെ ഈശോമറി ഔസേപ്പേ, എന്റെ കാല്. അവൻ കാൽ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. മെൽവിൻ മെല്ലെ പറഞ്ഞു. മോനെ പ്രേമരോഗി, ഇത് വീട് ഏതാണെന്നുള്ള ഓർമ്മയാണോ? ഇവൾ ആരുടെ പെങ്ങളാന്നുള്ളതും. ജാക്സൺ മെൽവിന്റെ മുഖത്തോട്ട് നോക്കി. അവിടെ തികച്ചും ഭാവഭേദങ്ങളൊന്നും ഇല്ലായിരുന്നു. നീ മിഴിച്ചിൽക്കാതെ വെള്ളം വാങ്ങി കഴുകി ജാക്സ, മെൽവിൻ പറഞ്ഞു. അലി പറഞ്ഞു. എടാ, ഇതാ എന്റെ പെങ്ങള് സുറുമി. ജാക്സൺ അറിയാതെ പറഞ്ഞു. ഐഷ്, സുറുമി, നല്ല പേര്. ഇവൾ ഹൈദരാബാദിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ച ആവുന്നേ ഉള്ളൂ. അലി സന്തോഷത്തോടെ പറഞ്ഞു. ഞങ്ങൾ കണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ട്രെയിനിലുണ്ടായിരുന്നു, മെൽവിൻ പറഞ്ഞു. സുറുമി അകത്തേക്ക് പോയി. അവൾ ഉമ്മയുമായി വിഭവങ്ങൾ തീന്മേശയിൽ നിരത്തുകയായിരുന്നു. അലി ജാക്സണോട് പറഞ്ഞു. എടാ, അവൾക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്, ചിലപ്പോൾ വാപ്പ അത് നടത്തി കൊടുക്കും. അലിയുടെ വാക്കുകൾ അത്രമേൽ വേദനയുളവാക്കുന്നതായി ജാക്സന് തോന്നി. അന്ന് അവനൊന്നും കഴിക്കാതെ തന്റെ കടൽ തീരത്തുള്ള ഗ്ലാസ് ഹൗസിലേക്ക് പോയി. കൂടെ മെൽവിനും അലിയും ഉണ്ടായിരുന്നു. മെൽവിന് ഭയമായിരുന്നു. കാരണം അറിയാതെങ്കിലും ജാക്സന്റെ വായിൽ നിന്ന് സുറുമിയുടെ പേര് വീഴാതിരിക്കാൻ. മൂവര് ഓരോ ബിയർ വീതം കഴിക്കുകയായിരുന്നു. അലി പറഞ്ഞു. പാവടാ എന്റെ പെങ്ങൾ സുറുമി. അവൾക്ക് ഇപ്പോൾ വന്ന ആലോചന പോലും അവൾക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, മറിച്ച് സാധാരണത്തിന്റെ പേരിൽ ഞങ്ങളുടെ വാപ്പ നടത്തി കൊടുക്കുന്നതാ. മെൽവിനും ജാക്സനും പരസ്പരം ഉറ്റുനോക്കി. അലി തുടർന്നു. ഇത്രയും കാലം നിന്ന് ഞങ്ങളുടെ വാപ്പയുടെ അനിയനായ ഗഫൂർ കൊച്ചാപ്പിയുടെ വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അനിയനായ അമീറിനാണ് സുറുമിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. അമീർ നേരത്തെ വിവാഹം കഴിച്ചയാളാണ്. അയാളുടെ ഭാര്യ ഒരു കൊല്ലം മുന്നേ മരണപ്പെടുകയാണ് ഉണ്ടായത്. പ്രസവ സമയത്തുണ്ടായ അനാസ്ഥയാണ് കാരണം. ആ കുട്ടിയെ മാത്രമേ രക്ഷപ്പെടുത്താനേ കഴിഞ്ഞുള്ളൂ. ആ കുഞ്ഞിനൊരു അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് വാപ്പ അയാൾക്ക് സുറുമിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. അലി പറഞ്ഞുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി. ജാക്സൺ പറഞ്ഞു. അവളുടെ ഇഷ്ടം നോക്കിയിട്ടാണോ ഈ വിവാഹം നടത്തുന്നത്? അലി പറഞ്ഞു. വാപ്പ പറയുന്നതിനപ്പുറം ഞങ്ങൾക്ക് 3 പേർക്കും ഇല്ല ജാക്സൺ. ജാക്സൺ ആദ്യയോടെ പറഞ്ഞു. മറ്റുള്ള കാര്യങ്ങൾ പോലെയാണോ വിവാഹം? അവൾക്ക് ഇഷ്ടമൊന്നുമില്ലേ? അവളുടെ അഭിപ്രായം കൂടി ചോദിക്കുന്നത് നല്ലതല്ലേ? അലി മൗനമായിരുന്നു. അവന്റെ മനസ്സിൽ പെട്ടെന്ന് ജെസ്സിയൊക്കെയാണ് ഓർമ്മ വന്നു. അവൾ പറഞ്ഞ വാക്കുകളും അതെല്ലാം ഓർത്തുകൊണ്ട് തന്നെ അവൻ വീണ്ടും കുടിക്കാൻ തുടങ്ങി. താൻ കണ്ടെത്തിയ സന്തോഷം പെട്ടെന്ന് തന്നെ ഇല്ലാതാകാൻ പോകുന്നെന്ന ചിന്ത ജാക്സനെയും കൂടുതൽ കുടിപ്പിച്ചു. അലിയും ജാക്സനും മത്സരിച്ച് കുടിക്കുന്നുണ്ട്. മെൽവിൻ പറഞ്ഞു. എന്റെ ഈശോയെ, ഞാനിന്നവന്മാരുടെ ഛർദിൽ കോരി വഴിക്കാവും. അവൻ അതും പറഞ്ഞ് തലയിൽ കൈവച്ചിരുന്നു പോയി. പള്ളിയിൽ നിന്ന് വരുന്ന ജെസ്സിയെ കാത്ത് അലി നിൽപ്പുണ്ടായിരുന്നു. മാസങ്ങൾക്ക് ശേഷമായിരുന്നു ജെസ്സിക്ക് അലിയെ കാണുന്നത്. അവൾ ഓടി അലിയുടെ അടുത്തായി വന്നു. എന്റെ മാതാവേ, ഞാൻ എന്നതായി കാണുന്നത്, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. അലി പറഞ്ഞു. വണ്ടി കയറി, എനിക്ക് ഇതിനോട് സംസാരിക്കാനുണ്ട്. ജെസ്സിക്ക് അവനോടൊപ്പം യാത്രയായി. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം അലി പറഞ്ഞു. ജെസ്സി, നീ പറഞ്ഞ വളരെ ശരിയാ. നിനക്കിഷ്ടമുള്ള ആളിനെ നിനക്ക് വിവാഹം കഴിക്കാം. പക്ഷെ ഒരിക്കലും ജാക്സന്റെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടാവരുത്. അതുകൊണ്ട് നമുക്ക് അവന് നല്ലൊരു ഇണയെ കണ്ടെത്തി കൊടുത്തതിന് ശേഷം നമുക്ക് വിവാഹം കഴിക്കാം. അലിയുടെ വർത്താനം കേട്ട് ജെസ്സി തുള്ളിച്ചാടി. അവൾ കുരിശു വരച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. അവൾ പറഞ്ഞു. ഈ ഒരു വാക്ക് കേൾക്കാൻ ഞാൻ എത്രകാലം മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അലിക്കറിയോ? അവൾ കരഞ്ഞുകൊണ്ട് അവൻ ഇറുകിയപ്പോഴൊന്നും അവനും അതിനെ എതിർത്തില്ല. അന്ന് രാത്രി പതിവിലും നിരാശനായിട്ടായിരുന്നു ജാക്സൺ വീട്ടിലെത്തിയത്. ജെസ്സിക്ക് അവന്റെ ഡോറിൽ മുട്ടി. അവൻ ഡോറിൽ നിന്നെടുത്തു. എന്താണ് ജെസ്സി ഈ സമയത്ത്? ജാക്സ, എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. നമുക്കൊരു ബിയർ കാച്ചിയാലോ? അവർ രണ്ടുപേരും ടെറസിൽ ഒത്തുകൂടി. ജാക്സൺ മെല്ലെയാണ് ബിയർ കുടിക്കുന്നെങ്കിലും ജെസ്സി ടെൻഷൻ കൊണ്ട് എളുപ്പം കുടിച്ചു തീർത്തു. അവൾ പറഞ്ഞു. ജാക്സ, നീ എൻ്റെ അടുത്ത് ക്ഷമിക്കണം. പപ്പയും മമ്മിയും ക്ഷമിക്കണം. ഞാനൊരു സ്വാർത്ഥയാ.
നീ കാര്യം പറ ജെസ്സി, എന്നെ ടെൻഷൻ അടുപ്പിക്കാതെ. അവൾ വീണ്ടും അടുത്ത ബിയർ കുടിച്ചുകൊണ്ട് പറഞ്ഞു. പപ്പ എന്നെ പഠിപ്പിച്ച് എന്നെ വളർത്തി, എനിക്കെല്ലാം വാങ്ങിത്തന്നു, എന്നെ സ്നേഹിച്ചു, ഈ അനാഥയെ പൊന്നുപോലെ നോക്കി. പക്ഷേ ഞാൻ പപ്പയുടെ മനസ്സിനെ നോവിക്കാൻ പോവാ ജാക്സ. അവനൊന്നും മനസ്സിലാവാതെ അവൾ നോക്കി. നീ ഒന്ന് തെളിച്ചു പറ ജെസ്സി, അവൻ അക്ഷമനായിക്കൊണ്ട് പറഞ്ഞു. ജെസ്സി പറഞ്ഞു, ഐ മീൻ ലവ് വിത്ത് സമ്മൺ ആൻഡ് ഐ എം വെരി സോറി ജാക്സ. അവളുടെ വാക്കുകൾ ജാക്സന്റെ മനസ്സിൽ കുളിർമഴ പെയ്ച്ചു. അവന് വിഷമിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ജെസ്സിക്ക് തന്നെയെങ്ങാനും ഇഷ്ടമാണെന്ന് ഓർത്ത് ഇപ്പൊ ആ കുറ്റബോധം അവന് മാറിക്കിട്ടി. അവൻ അവളെ എടുത്തു ഉയർത്തി എന്നിട്ട് ചോദിച്ചു, ആരാണ് ലക്കി ബോയ്? അരി. ആദ്യം ജാക്സൺ ഒന്ന് ഷോക്കായി, എങ്കിലും അവൻ പിന്നീട് ഒരുപാട് സന്തോഷിച്ചു. കാരണം ജെസ്സിക്ക് ഏറ്റവും മികച്ച ഒരു പാർട്ട്ണറെ തന്നെയാണ് അവൾ തിരഞ്ഞെടുത്തതെന്ന് ഓർത്ത് അവൻ അവളോട് പറഞ്ഞു. നീ ഒരു കാര്യം കൊണ്ട് വിഷമിക്കണ്ട, നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തി തരും. നീ എന്നും എൻ്റെ കുഞ്ഞിപ്പെങ്ങൾ തന്നെയാ. അവർ പരസ്പരം ഹഗ് ചെയ്ത് പിരിഞ്ഞു. ജാക്സന്റെ മനസ്സിൽ വീണ്ടും ആഗ്രഹങ്ങൾ മുട്ടിയിടുകയായിരുന്നു. അവൻ പിന്നീട് അലിയുടെ വീട്ടിൽ സ്ഥിരം സന്ദർശകനായി. സുറുമി അവനെ ശ്രദ്ധിക്കുന്നതായി അവന് തോന്നി. ഒരു ദിവസം ഉച്ചയ്ക്ക് ജാക്സൺ അലിയുടെ വീട്ടിൽ ചെന്നു. അവനറിയില്ലായിരുന്നു അവിടെ സുറുമിയല്ലാതെ മറ്റാരുമില്ല എന്ന വസ്തുത. അലി ചെന്ന് ബെല്ലടിച്ചു. 2 തവണ ബെല്ലടിച്ചതിന് ശേഷം അവൻ തിരികെ പോകാൻ തുടങ്ങിയപ്പോഴാണ് സുറുമി വാതിൽ തുറന്നത്. അവൾ പറഞ്ഞു, ഇവിടെ ആരുമില്ല, എല്ലാവരും പുറത്തു പോയിരിക്കുക. ജാക്സൺ പറഞ്ഞു, എന്നോട് അലിയൊന്നും പറഞ്ഞില്ലായിരുന്നു. എന്നാൽ ശരി, ഞാൻ പൊക്കോട്ടെ. അവൻ്റെ മനസ്സ് പോവാൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാലും മനസ്സിനെ അടക്കിക്കൊണ്ട് അവൻ ഇറങ്ങാൻ ഭാവിച്ചു. അവരിപ്പോൾ വരും. അതോടെ ഒരു അവസരം നോക്കിയിരുന്ന അവൻ അവിടെ ഇരുന്നു. അവൻ തീൻമേശയുടെ അടുത്തും അവൾ അടുക്കള വാതിൻ്റെ അടുത്തും നിന്നു. 2 പേരും ഒന്നും മിണ്ടാതിരുന്നു. ജാക്സൺ നന്നായി വിയർക്കുന്നുണ്ടായിരുന്നു. അവൾ ചോദിച്ചു, ചൂടെടുക്കുന്നുണ്ടോ? ജനൽ തുറന്നിട്ടേ? സൗമ്യമായി അവൾ പറഞ്ഞു. അവൻ വേണ്ട എന്ന് കാണിച്ചു. ശേഷം അവൻ ചോദിച്ചു, സുറുമിക്ക് ഈ വാദത്തിന് പൂർണ്ണ സമ്മതാണോ? അവളുടെ മുഖം പെട്ടെന്ന് കറുത്തതായി അവന് തോന്നി. അവൾ കുനിഞ്ഞു. എന്നൊന്നും മിണ്ടാത്ത? പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. എൻ്റെ സമ്മതമൊക്കെ ആർക്ക് വേണം? എൻ്റെ വാപ്പ കൊടുത്ത വാക്ക. മകളായി ഞാനത് അനുസരിക്കണം. അത് പറയുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞു. എന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന ആളൊരു വികലാംഗം കൂടിയാ. അതുകൊണ്ട് ആ വാപ്പ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത്. ജാക്സന് ദേഷ്യം ഇരട്ടിച്ചു വന്നു. അവൻ ചോദിച്ചു, സഹതാപത്തിന്റെ പേരിൽ ആരെങ്കിലും മകളെ വിവാഹം ചെയ്തു കൊടുക്കുമോ? എൻ്റെ വാപ്പ അങ്ങനെ ചെയ്യും. അതിനുള്ള ഉദാഹരണം തന്നെ ഞാനാ. എൻ്റെ വാപ്പയുടെ അനിയന് മക്കളില്ലാത്തതുകൊണ്ടാ ഇത്രയും കാലം ഞാൻ അവരെ വീട്ടിൽ നിന്ന്. ഇപ്പം എന്നെ കൊണ്ട് മറ്റാൾക്ക് ഉപകാരം ഉണ്ടാവുമെന്ന് കരുതിയാ വാപ്പ ഇതിന് ഒരുങ്ങിയത്. അവൾ നിസ്സഹായി നിന്നു. നീ ഒരു പെണ്ണല്ലേ, നിനക്ക് ഇഷ്ടങ്ങളൊന്നും തന്നെയല്ലേ, ആഗ്രഹങ്ങളില്ലേ? ഭർത്താവാൻ പോകുന്ന ആളിനെ കുറിച്ചൊരു സങ്കല്പമില്ലേ? അവൻ കാട് കയറി ചോദിച്ചു. അതിനൊക്കെയുള്ള ഉത്തരമായി അവൾ കരയുകയാണ് ചെയ്ത്. അവൻ തുടർന്നു, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ എനിക്ക് സത്യസന്ധമായിട്ട് മറുപടി തരുമോ? അവൾ എന്തെന്നുള്ള ഭാവത്തിൽ അവനെ നോക്കി. അന്ന് ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിന്നെ തന്നെ എത്ര നേരം നോക്കിയിരുന്നത് എനിക്ക് തന്നെ അറിയില്ല. എൻ്റെ ഈശോയാ നിന്നെ എൻ്റെ കൺമുമ്പിൽ കൊണ്ട് തന്ന്. നീ അലിയുടെ പെങ്ങളാണെന്ന് അറിഞ്ഞ നിമിഷം ഞാൻ നിന്നിൽ നിന്ന് അകലം പാലിച്ചതായിരുന്നു. എന്നാൽ നിന്നെ ഇവരെല്ലാം കൂടി സാധാപത്തിന്റെ പേരും പറഞ്ഞ് നിന്റെ ജീവിതം തോൽക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഈ സങ്കടക്കടലിൽ നിന്ന് കരപിടിച്ച് കയറ്റാൻ നീ എനിക്കൊരു അവസരം തരൂ. ഞാൻ നിന്നെ വിവാഹം കഴിച്ചോട്ടെ? അവൻ അവളോട് ചോദിച്ചു. പെട്ടെന്ന് അവൻ്റെ വായിൽ നിന്ന് കേട്ട ഈ വാക്കുകൾ അവൾ ഞെട്ടി നിന്നു. പെട്ടെന്നാണ് ചായ അടുപ്പിൽ പൊങ്ങിയ ശബ്ദം കേട്ട് അവൾ അടുക്കളയിലേക്ക് പോയത്. അവൻ പറഞ്ഞു ഓർത്തുകൊണ്ട് ചായ പകരിയായിരുന്ന അവൾ പൊടുന്നതിനെയാണ് ചായപാത്രം മറിഞ്ഞ് ചായ കയ്യിൽ വീഴുന്നു. അവൾ നിലവിളിച്ചു പോയി. അടുക്കളയിൽ നിന്ന് സുറുമിയുടെ നിലവിളി കേട്ടിട്ടാണ് അവൻ അകത്തേക്ക് പോയത്. അവൾ കൈ കുടയുന്നുണ്ട്. അവൻ നേരെ ടാപ്പ് തുറന്ന് അവളുടെ കൈ പിടിച്ച് കഴുകി. ആദിയോടെ കൈ കഴുകി തരുന്നവനെ കാണെ അവൾക്ക് അത്ഭുതം തോന്നി. അവളെ പരിഗണിക്കുന്നുണ്ടപ്പോൾ അവളുടെ ഉള്ളം പിടഞ്ഞു. ജാക്സൺ നേരെ പോയി ടൂത്ത് പേസ്റ്റ് എടുത്തുകൊണ്ട് അവളെ കയ്യിൽ പുരട്ടിക്കൊണ്ടിരുന്നു. ആ സമയമാണ് കോയും മറ്റു പള്ളി കമ്മിറ്റിക്കാർ അവിടേക്ക് വന്നു. അവർ പള്ളിയുടെ പുനർനിർമ്മിതിക്കായി സംഭാവന ശേഖരിക്കാൻ വന്നതാണ്. അസനാജി ഇവിടല്ലേ? കോയ ചോദിച്ചു. പുറത്തൊരു കൂട്ടം ആളുകളുടെ സംസാരം കേട്ട് സുറുമി ഞെട്ടിപ്പോയി. അവളുടെ ഹൃദയമിടിപ്പ് കൂടി, കൈകാലുകൾ വിറക്കാൻ തുടങ്ങി. ജാക്സൺ പറഞ്ഞു, ഞാൻ ആരാണ് നോക്കിയിട്ട് വരാം. അവൾ അവൻ്റെ വായ പൊത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, പതിയെ പറ, വന്നിരിക്കുന്ന ഒരു പള്ളിക്കാരൻ. നിങ്ങൾ എന്നെ ഇവിടെ വെച്ച് കണ്ടാൽ ശരിയാവില്ല. അവളുടെ പിടക്കുന്ന കണ്ണ് കണ്ടപ്പോൾ അവൻ അവളോട് കൂടുതൽ പ്രണയം തോന്നി. അവൻ അവൾ പൊത്തിയ കൈയുടെ ഉള്ളത്തിൽ ഗാഠമായി ചുംബിച്ചു. പെണ്ണൊന്ന് പിടഞ്ഞുപോയി. അപ്പോഴേയും കോയ അടുക്കളയിൽ എത്തിയിരുന്നു. അയാൾ ആ കാഴ്ച കണ്ട് ആക്രോശിച്ചു. എടാ നായേ, എനിക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ നീ ഞങ്ങളുടെ ഭാഗത്തിലെ കൊച്ചിനെ തൊടുന്ന്? അതും പറഞ്ഞ അയാൾ അവന്റെ ടീഷർട്ടിൽ പിടുത്തമിട്ടു. സുറുമി ഞെട്ടി നിന്നു. ഭയന്നു പോയി അവൾ കോയോട് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. എന്റെ കൈ പൊള്ളിയപ്പോ എന്നെ സഹായിച്ചതാ. പക്ഷെ അയാൾ ഒരു അവസരത്തിനായി കാത്തിരിക്കായിരുന്നു. പള്ളി കമ്മിറ്റിക്കാരുടെ മുമ്പിൽ സുറുമി തലകുനിച്ചിരുന്നു. കോയ പറഞ്ഞു, ഞാൻ അന്യാസിനോട് പറഞ്ഞ ഈ നസറാണി പയ്യനെ വീട്ടിൽ കയറ്റിതെന്ന് ഇപ്പൊ എന്തായി? നമ്മുടെ പെങ്കൊച്ചി കൈവിട്ടു പോയില്ലേ? അയാൾ ഉച്ചത്തിൽ കിടന്ന് പറയാൻ തുടങ്ങി. പുറത്തുപോയി തിരികെ വന്ന ഹസനും കുടുംബവും കണ്ടത് വീട്ടിൽ കൂടി നിൽക്കുന്ന ആൾക്കൂട്ടത്തിനെയാണ്. ഹസൻ ഇറങ്ങി ചെന്നപ്പോൾ കണ്ടത് പള്ളിക്കാരൻ തന്റെ മകളും ജാക്സണുമായിട്ട് നിൽക്കുന്നതാണ്. പള്ളി അംഗമായ ഒരാളെ ഓടി വന്ന ഹസനെ വിളിച്ചുകൊണ്ടുപോയി പറഞ്ഞു, ഹസനിക്ക, നിങ്ങൾ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. നിങ്ങളുടെ മകൾ സുറുമിയ നസറാണി പയ്യന് ഇഷ്ടത്തില്ല. അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നത് ഞങ്ങളെല്ലാവരും കണ്ടു. അതും കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ.
ഹസനെ നെറ്റി വിയർത്തു. അയാൾക്ക് തലകറങ്ങുന്ന പോലെ തോന്നി. ഹസൻ ജാക്സനെ നോക്കിയ ശേഷം കുഴഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. വാപ്പാ! ജാക്സൺ ഓടി വന്ന് ഹസനെ പിടിച്ചു. എന്നാൽ അലി അവന്റെ കയ്യിൽ നിന്ന് വാപ്പി വാങ്ങി വണ്ടിയിൽ കയറ്റിപ്പോയി. വണ്ടിയിൽ കൂടെ കയറാൻ കൂടി അലി അവൻ അനുവദിച്ചില്ല. പൊട്ടിക്കറിഞ്ഞു നിൽക്കുന്ന സുറുമിയെ ഒരു നിമിഷം നോക്കിയ ശേഷം അവനോടൊന്ന് തന്റെ ക്ലാസ് ഹൗസിലേക്ക് പോയി. കാര്യങ്ങളെല്ലാം അറിഞ്ഞ് മെൽവിൻ അവനെ കാണാൻ ചെന്നു. എടാ, കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകുന്ന സ്ഥിതിയാ. നിങ്ങൾ രണ്ടുപേരും രണ്ട് മതായതിനാൽ വൻ പ്രശ്നമാണ് നടക്കാൻ പോകുന്നത്. നിന്നെ അവരെ അടിച്ചതിന് പോയിട്ട് അവരെയും തിരിച്ചടിക്കാനാ നമ്മുടെ പള്ളിക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ജാക്സൺ ഒന്ന് ഞെട്ടിപ്പോയി. അവൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഞാനൊരു മണ്ടനാ. അവളോട് എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞെന്നല്ലാതെ അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോ എന്നൊരു വാക്കുകൂടി ഞാൻ ചോദിച്ചില്ല. അവൻ വിഷമത്തോടെ പറഞ്ഞു. അവളെല്ലാവരുടെയും മുമ്പിൽ പറഞ്ഞ അവൾക്ക് എന്നോട് ഇഷ്ടമില്ലെന്ന്. ഞാൻ കാരണം എൻ്റെ അലി കുടുംബവും എന്നെ കൂടി വെറുത്തു. അതും പറഞ്ഞ് അവൻ കുടിക്കാൻ തുടങ്ങി. അവൻ മെൽവിനെ പറഞ്ഞു വിട്ടു. പള്ളിക്കാരൊരു പ്രശ്നത്തിനും പോകരുതെന്ന് പറയാൻ. അവൻ പപ്പയെ വിളിച്ചു. പപ്പാ, ഞാൻ കാരണം എൻ്റെ ഒരു മണ്ടത്തരം കൊണ്ട് എൻ്റെ കൂട്ടുകാരൻ അവൻ്റെ കുടുംബമായിട്ടുള്ള നല്ലൊരു ബന്ധം എന്ന് അവസാനിച്ചു. പപ്പ, ഞാൻ അവളെ ഒത്തിരി സ്നേഹിച്ചു. അവളോടൊപ്പം ജീവിക്കാൻ ഞാൻ അത്രമേൽ കൊതിച്ചു. പറയുമ്പോൾ അവൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. പിന്നീട് അവൻ ആ നാട്ടിൽ നിൽക്കാൻ തോന്നിയില്ല. അങ്ങനെ നീണ്ട 3 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ജാക്സൺ അയർലൻഡിലെ ഡബ്ലിൻ എന്ന സ്ഥലത്താണ് ജീവിക്കുന്നത്. സുറുമിയുടെയും അലിയുടെയും പപ്പയുടെയും അമ്മയുടെയും ഓർമ്മകളുമായി അവൻ ദിവസങ്ങൾ തള്ളി നീക്കി പോന്നു. ആകെയുള്ള കോണ്ടാക്ട് മെൽവിനോട് മാത്രമായിരുന്നു. ഒരു തണുത്ത പ്രഭാതത്തിൽ ജാക്സൺ ഉറക്കമുണ്ടെന്ന് മെൽവിന്റെ കോൾ കണ്ടിട്ടായിരുന്നു. മെൽവിൻ പറഞ്ഞു, ഡാ ജാക്സ, ആംബ്രൂസങ്ങളിൽ തീരെ വയ്യ. ഇപ്പൊ ICU വെന്റിലേറ്ററില. നീ ഉടനെ വരണം, നിന്നെ കാണണമെന്ന് അങ്കിൾ പറയുന്നു. മെൽവിന്റെ കോൾ കെട്ടായതും ജാക്സൺ ആകെ തരിച്ചുപോയി. അവനുടനെ നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. താൻ ഒരിക്കലും ഇനി നാട്ടിലേക്ക് പോയില്ലെന്ന് കരുതിയതാണ്. കാരണം താൻ സ്നേഹിച്ചവരാരും ഇന്ന് തന്നെ കാത്തിരിക്കാനില്ലായിരുന്നു. ആ ഒരു വേദന അവനെ തളർത്തിയിരുന്നു. എന്നാലും തൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന തൻ്റെ പപ്പിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അവന് വരാതിരിക്കാൻ കഴിഞ്ഞില്ല. മെൽവിനാണ് ജാക്സൺ എയർപോർട്ടിൽ നിന്നും പിക്ക് ചെയ്ത്. അവൻ വീട്ടിലേക്ക് പോകും വഴി മെൽവിനോട് പറഞ്ഞു, നമുക്ക് അലിയുടെ വീട്ടിൽ പോയിട്ട് പപ്പയെ കാണാൻ പോകാം. അവൻ വീട്ടിൽ ചെന്നു. ഉമ്മ അവനെ സ്നേഹത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു. അവൻ ആവലാതിയോടെ വാപ്പയെ തിരക്കി. ഉമ്മ പറഞ്ഞു, വാപ്പ സ്റ്റാളിൽ പോയിരിക്കാൻ മോനെ. അപ്പോഴേക്കും ഉമ്മയുടെ നൈറ്റിൽ പിടിച്ചുകൊണ്ട് ഒരു 1.5 വയസ്സുകാരൻ അവിടെ വന്നു. ഉമ്മ അവനെടുത്ത് തോളിൽ വെച്ചു. എൻ്റെ മോളുടെ മോനാ, അവർ പറഞ്ഞു. അവൻ മടിച്ചിട്ടാണെങ്കിൽ ചോദിച്ചു, സുറുമി അവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണോ? ഉമ്മ ഒരു നിമിഷം മൗനമായതിനു ശേഷം അവനോട് പറഞ്ഞു, അതേ മോനെ, അവൾ അവിടെ ഭർത്താവിൻ്റെ വീട്ടിലാണ്. അവൾ തനിക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് അവൻ്റെ ഹൃദയത്തിൻ്റെ കോണിൽ ഒരിടത്ത് അവൻ ആശിച്ചിരുന്നു. കൂടുതലൊന്നും ഉമ്മയോട് സംസാരിക്കാൻ അവന് തോന്നിയില്ല. അവനോടൊന്നും പടിയിറങ്ങി. അവളുടെ വിവാഹം കഴിഞ്ഞെന്ന വാർത്ത അവനെ തളർത്തി. അത് സംഭവിച്ചിരിക്കുന്നവൻ അറിയാമായിരുന്നു. എന്നിട്ടും എന്തോ ആ സത്യം അവൻ ഉൾക്കൊള്ളാനായില്ല. യാത്രാക്ഷീണമായതിനാൽ അവൻ കാറിൽ കിടന്നുറങ്ങിപ്പോയി. വണ്ടി ചെന്നിന്ന് ജാക്സന്റെ വീടിന് മുമ്പിലായിരുന്നു. ഉറങ്ങിക്കിടന്ന ജാക്സനെ മെൽവിൻ വിളിച്ചുണർത്തി. നമ്മളെന്താ ഇവിടെ? ഹോസ്പിറ്റലല്ലേ പോണ്ട്? നീറങ്ങി, അച്ഛനൂടെ ഉണ്ട്, മെൽവിൻ ഗൗരവത്തോടെ പറഞ്ഞു. അവനകത്തേക്ക് കയറിയപ്പോൾ മുറ്റത്ത് പന്തലൊരുങ്ങുന്നവൻ കണ്ടു. അവൻ മനസ്സിൽ പറഞ്ഞു, എൻ്റെ ഈശോയെ, അപ്പനൊന്നും വരുത്തരുതേ. അതും പറഞ്ഞ അകത്തേക്ക് കയറിയപ്പോൾ ഇതായിരിക്കുന്ന തന്തപ്പിടി. ഹിന്ദു ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ് കക്ഷി. കയ്യിലിരുന്ന ബാഗ് തറയിലിട്ടുകൊണ്ട് പപ്പയുടെ അടുത്തേക്ക് പോയി. പപ്പ, ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ ഭയന്നു പോയി പപ്പ. അവൻ ആംബ്രൂസിനെ തൊട്ട് തലോടിക്കൊണ്ട് ചോദിച്ചു. അയാൾ വരുത്തി ചുമച്ചുകൊണ്ട് പറഞ്ഞു, ആ മോനെ, നിന്നെ കണ്ടപ്പോൾ ഇപ്പോൾ കുറച്ച് ഭേദമുണ്ട്. മോൻ പോയി റെസ്റ്റ് എടുക്ക്. അയാൾ അവനെ പറഞ്ഞു വിട്ടു. അവനെന്നാലും പപ്പയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് ആലോചിച്ച് നങ്കടിച്ചുകൊണ്ട് തന്നെ മുറിയിലേക്ക് കയറി. വാതിൽ തള്ളി തുറന്നും അവിടെ ഒരു ബ്ലൗസിലും പാവാടയിലും നിന്നുകൊണ്ട് സാരി എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവൻ ആ ഭാഗത്തേക്ക് അധികം നോക്കാതെ പറഞ്ഞു, സോറി, മുറി മാറിപ്പോയതാ. അതും പറഞ്ഞ് തിരിഞ്ഞടന്നു. പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ അത് തൻ്റെ മുറി തന്നെയായിരുന്നു. അപ്പോഴാണ് അവൻ ആ കണ്ട പെണ്ണിനെ ഒന്ന് റീവൈൻഡ് അടിച്ച് നോക്കിയത്. അവൻ്റെ മനസ്സ് പറഞ്ഞു, സുറുമി. അവൻ വാതിൽ വീണ്ടും തള്ളി തുറന്നു. സുറുമി. അവൻ ആർദ്രമായി വിളിച്ചു. അവൾ ഭാഭേദമില്ലാതെ പറഞ്ഞു, എന്താ മനുഷ്യ, വാതിൽ നോക്കിയിട്ട് വരാൻ അറിയില്ലേ? അത് ഈ സുറുമിയുടെ മുറി വരുമ്പോൾ. അവൾ സാരിയുടെ പ്ലീറ്റ് ശരിയായിക്കൊണ്ട് പറഞ്ഞു. അവൻ സ്വയം ഒന്ന് ഉള്ളി നോക്കി. ആ, അവൻ നെറ്റി വിളിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ സന്തോഷം കൊണ്ട് ഓടി വന്ന് അവളെടുത്ത് ബെഡിൽ കിടത്തി. അവളും ആ ഒരു സമയത്തിനായി അത്രമേൽ കാത്തിരുന്നു. സുറുമി, നീ എനിക്ക് വേണ്ടി കാത്തിരുന്നോ ഈ 3 വർഷം? അവൾ തലവരുക്കിക്കൊണ്ട് പറഞ്ഞു. അതെ. അപ്പം ഞാൻ നിന്റെ വീട്ടിൽ വന്നപ്പോൾ കണ്ട കുഞ്ഞാരുടേതാ? അത് ബിസ്മിയുടേതായ ചായ. നീ എന്താ വിളിച്ച്? അവൻ സ്നേഹത്തോടെ ചോദിച്ചു. അവൾ ഒരിക്കൽ കൂടി വിളിച്ചു, ഈ ചായാന്ന്. അവൻ അവളുടെ മൂർധാവിൽ അമർത്തിയൊരു ചുമ്മനം നൽകി. അപ്പോഴാണ് മെൽവിൻ അകത്തേക്ക് വന്നു. അയ്യേ, എന്തോന്നടാ ഇത്? മിന്നീട്ടിന് മുമ്പേ നീ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുകയാണോ? ഇതാണ് പണ്ടുള്ളവർ പറയുന്നത്, കന്നിനെ കയം കാണിക്കരുതെന്ന്. അവൻ അതും പറഞ്ഞ് അവിടെ വിളിച്ചുകൊണ്ട് നിന്നു. ജാക്സൺ പറഞ്ഞു, എടാ പട്ടി തെണ്ടി ചെറ്റേ, ഇവളെ എനിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടെന്നൊരു വാക്ക് നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ ഉണങ്ങിയ ബ്രെഡിൽ നിന്ന് നാളുകൾ തീർക്കുമായിരുന്നോ? അതും പറഞ്ഞ അവൻ മെൽവിനെ മുറിക്ക് പുറത്തേക്ക് ഒറ്റ തള്ളു വെച്ചു കൊടുത്തു. ശേഷം കഥകടച്ചു.
പുറത്ത് തലയിൽ തുണിയിട്ടിരുന്ന മെൽവിൻ പറഞ്ഞു, ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? കുറച്ച് സമയം കഴിഞ്ഞ് അലി വന്ന് വാതിൽ മുട്ടിയപ്പോഴാണ് അവൻ വാതിൽ തുറന്ന്. വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ണുമുട്ടൽ. അന്ന് ജാക്സൺ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ അവർ അലിക്ക് മെസ്സേജ് അയച്ചു. നിറയെ തവണ അവൻ വിളിച്ചിട്ടും അലി കോൾ എടുത്തിരുന്നില്ല. ആ മെസ്സേജിൽ ഇങ്ങനെയായിരുന്നു: അലിയും ജെസ്സിയുമായിട്ടുള്ള ബന്ധത്തിൽ അവന് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടേക്ക് ഹസനും ഭാര്യയും ബിസ്മിയും ഭർത്താവും കുഞ്ഞും വന്നു. ഹസനെ കണ്ടപാടെ ജാക്സൺ ചെന്ന് കെട്ടിപ്പിടിച്ചു. വാപ്പാ, ഞാൻ നിങ്ങളെ ഒത്തിരി വിഷമിപ്പിച്ചു, എന്നോട് ക്ഷമിക്കണം. ഹസൻ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നീ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് മാറ്റിപ്പിച്ചു, ഞങ്ങളെ ചിന്തിക്കാൻ പഠിപ്പിച്ചു. ഇന്ന് നിങ്ങളുടെ രണ്ടാളുടെയും മാത്രമല്ല, അലിയുടെയും ജെസ്സിമോളുടെയും കൂടെ വിവാഹ. ജാക്സൺ അത്ഭുതത്തോടെ അലിയെ നോക്കി. അവർ രണ്ടുപേരും നിങ്ങളുടെ ഒരുമിക്കലിന് വേണ്ടി കാത്തിരിക്കുക. ജാക്സൺ ഓടിച്ചെന്ന് അലിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അലിയും കരഞ്ഞു. അന്ന് തന്നെ ഇരു വീട്ടുകാരുടെയും സമ്മതത്തോടെ ഇരുവരുടെയും വിവാഹം നടന്നു. ജാതിയും മതവും മറന്ന് അവർ ഒരുമിക്കുകയായിരുന്നു സ്നേഹത്തിന്റെ ലോകത്തിൽ. അവരിരു ജോഡികളും ജീവിക്കട്ടെ, മതത്തിന്റെ അതിർവരമ്പുകൾ താണ്ടി.